ആ കൗൺസിൽ യോഗം ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള നടപടിയാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. നഗരസഭയുടെ കൗൺസിൽ യോഗം ആരംഭിച്ചു. ഒരു കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ദീർഘമായ അജണ്ടകൾ ഉൾപ്പെട്ട അജണ്ടകളാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത്. അതിൽ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടയുടെ ഭാഗമായി ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മേയർ എല്ലാ അജണ്ടകളും ഒറ്റയടിക്ക് പാസാക്കിക്കൊണ്ട് ഈ നഗരത്തിൽ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ചരിത്രത്തിൽ ഇത്രത്തോളം നാണക്കേടുണ്ടാക്കിയ ഒരു അനുഭവം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പത്രമെല്ലാം ഇന്നത്തെ ദിവസം മലയാള മനോരമ പത്രമടക്കമുള്ള പത്രങ്ങൾ ഏറ്റവും വലിയ വാർത്തയായി തന്നെ മാലിന്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം അത് മാലിന്യം നീക്കുന്ന കാര്യത്തിൽ വന്നിട്ടുള്ള കുറവുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 10,000 ജീവനക്കാർ അധികമായി ആറ്റുകാൽ പൊങ്കാലയുടെ ആവശ്യത്തിന് വേണ്ടി ആളുകളെ പുതിയതായി എടുക്കുകയും താൽക്കാലികമായി അവരെ കൊണ്ട് ദിവസക്കൂലി ഇനത്തിൽ ജോലി ചെയ്യിപ്പിക്കുകയും 3000-ഓളം അധിക ജീവനക്കാരാണ്. ഇന്നോളം ആറ്റുകാൽ പൊങ്കാലയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം ജീവനക്കാരെ എടുത്തുകൊണ്ടൊരു പ്രവർത്തനം നടത്തിയിട്ടില്ല. മൺകട്ട മാറ്റുന്നതിന് വേണ്ടി മാത്രം 600-ഓളം ആളുകളെയാണ് പുതിയതായി ഈ ആവശ്യത്തിനെടുത്തത്. 2500 ആളുകൾ ആറ്റുകാൽ പൊങ്കാലയുടെ ആവശ്യത്തിന് വേണ്ടി താൽക്കാലികമായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾക്ക് പത്രക്കാരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആറ്റുകാൽ പൊങ്കാല ദിവസം ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നഗരം മാലിന്യത്തിൽ തന്നെ മാലിന്യ കൂമ്പാരമായി മാറിയ അവസ്ഥയെ സംബന്ധിച്ചാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനെ സംബന്ധിച്ച് നഗരവാസികൾ ചോദ്യം ചെയ്തപ്പോൾ അതിനെല്ലാം തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള ഈ നഗരസഭാ കൗൺസിൽ മേയർ ഉൾപ്പെടെയുള്ളവർ സഖി കെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ സൂചിപ്പിച്ചത് അവരുടെ പരിചയക്കുറവിനെ സംബന്ധിച്ച് ബോധ്യമുള്ളവരാണ് ഞങ്ങൾ.